ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് എങ്ങനെ നയിക്കണമെന്ന് അറിയണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാൽ നമുക്കത് പറയാൻ സാധിക്കും. വാട്ട് ടു റീഡ്. വേദപുസ്തകത്തിൽ എവിടെയാണ് നമ്മളത്, ഏത് ഭാഗമാണ് വായിക്കേണ്ടത്? ലേഖനങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. യേശുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ സുവിശേഷങ്ങൾ വായിക്കണം. കാരണം സുവിശേഷങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇതെല്ലാം എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാനും നിങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടതിനുമാണെന്ന്. എന്നാൽ ആ ദൈവജീവൻ നമ്മൾ പ്രാപിച്ച് ദൈവമക്കളായി തീർന്നതിന് ശേഷം ഈ ലോകത്തിൽ ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ അതെങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നത് ലേഖനങ്ങളിലാണ്. ഹൗ ടു ലിവ് ആസ് എ ക്രിസ്ത്യൻ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട്, ഒരു ദൈവവൈതലായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും. വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ദ ഡോൺട്സ്. ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോസ്തലനായ പൗലോസിലൂടെ, പത്രോസിലൂടെ, യാക്കോബിലൂടെ, യൂദായിലൂടെ, യോഹന്നാനിലൂടെ ദൈവം തൻ്റെ സഭയ്ക്ക് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വാക്യം എടുത്ത് പഠിക്കാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. ആസ് എ ട്രൂ ക്രിസ്ത്യൻ, ഒരു യഥാർത്ഥ ദൈവവൈതലായി ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കാം. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. അടുത്തത് എന്ന് പറഞ്ഞാൽ മടുത്തു പോകാഞ്ഞാൽ അല്ലെങ്കിൽ തളർന്നു പോകാഞ്ഞാൽ, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകാഞ്ഞാൽ നാം തക്ക സമയത്ത് കൊയ്യും. വേദപുസ്തകത്തിൽ നാം മടുത്തു പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു 3-4 കാര്യങ്ങൾ പറയാമോ? പ്രാർത്ഥനയിൽ മടുത്തു പോകാൻ പാടില്ല. അപ്പോൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാൻ പാടില്ല, പ്രാർത്ഥനയിൽ മടുത്തു പോകാൻ പാടില്ല. പിന്നെ വേറെ വിധത്തിൽ പറഞ്ഞാൽ വിശുദ്ധ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? അതിൽ മടുപ്പ് ചിലർക്കുണ്ടാകും. ആരാധനകളിൽ കൂട്ടായ്മകളിൽ സംബന്ധിക്കുന്നതിനെ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് മടുപ്പ് വരും. ഇങ്ങനെ എല്ലാ യോഗത്തിനും പോകണോ? ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാ ആഴ്ചകളിലും. അപ്പോൾ അതിനകത്ത് മടുപ്പ് വരരുതെന്നാണ് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. പിന്നെ സുവിശേഷം പ്രസംഗിക്കുന്നതിലും മടുപ്പ് വരാൻ പാടില്ല. നിങ്ങളാരും പറയത്തില്ലെന്ന് എനിക്കറിയാം, കാരണം നിങ്ങൾ ചെയ്യാത്തൊരു പരിപാടി ആയതുകൊണ്ടത് അല്ലേ. സുവിശേഷം പ്രസംഗിക്കുന്നതിൽ എന്ത് ചെയ്യരുത്? മടുപ്പ് വരാൻ പാടില്ല. അത് പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്നാണ് പറഞ്ഞേ. ഇവിടെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഡു നോട്ട് ബി വെറി ഇൻ ഡൂയിങ് ഗുഡ്സ്. നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുക്കരുത്. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം കൂടെ വായിച്ചേൻ. നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? സെയിം തിങ്ങാ, തളർന്ന് പോകരുത് എന്ന് പറഞ്ഞാൽ മടുത്ത് പോകരുത്. എന്താ അതിൻ്റെ കാരണം? എന്തുകൊണ്ടാ ദൈവജനത്തോട് ഈ ഒരു കാര്യത്തിൽ മടുത്തു പോകരുതെന്നും തളർന്നു പോകരുതെന്നും പറയാൻ കാര്യം എന്നാ? കുറേയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തു ചെയ്യും? മടുപ്പ്. ഇത് എത്ര നാളായി ഞാൻ ചെയ്യുന്നു, എത്ര പേർക്കായി ഞാനിത് ചെയ്യുന്നു എന്നൊരു ചിന്ത പതുക്കെ വരും. അപ്പോൾ മടുപ്പ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഏത്? നന്മ ചെയ്യുക എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. ആ 3-ലും മാത്രം ഞാനിപ്പോൾ നിൽക്കുന്നതേ ഉള്ളൂ. എന്നാൽ ആരാധനയ്ക്ക് വരിക എന്ന് പറയുന്നത്. ഈ 4 മടുപ്പ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ വിശ്വാസികൾക്കും തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്കും ഇത് മുന്നറിയിപ്പായിട്ട് തരുന്നു. അപ്പോൾ എൻ്റെ കാര്യം എന്നായിരിക്കും? ഇവർക്ക്
മടുപ്പായി. അപ്പോൾ മടുക്കാൻ സാധ്യതയുള്ള 4 കാര്യങ്ങളാണ് ഇത്രയും. ഇതിൽ കൂടുതലുണ്ട് കേട്ടോ, ഞാൻ തൽക്കാലം ഈ 4 നിൽക്കുക. ഒന്ന്, നന്മ ചെയ്യാനായിട്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ മടുത്തു പോകും. കാര്യം എന്നാ? ചെയ്തവരിൽ നിന്നെല്ലാം തിരിച്ച് കിട്ടിയേക്കുന്നത് എന്തുവാ? ഭയങ്കര തിക്താനുഭവങ്ങളാണ് അല്ലേ? അങ്ങനെയുള്ള വല്ലവരും ഉണ്ടോ? ഓക്കെ, അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ നമുക്ക് ഒരാളെങ്കിലും ഉണ്ടല്ലോ. ബാക്കി നിങ്ങൾക്കെല്ലാം നന്മ കിട്ടി നന്നായിരിക്കട്ടെ. എന്നാൽ എനിക്ക് നേരെ തിരിച്ചാണ് ഉണ്ടായിട്ടുള്ളത് മുഴുവനും. അതുകൊണ്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് മടുക്കും. പ്രാർത്ഥനയിൽ മടുക്കാറുണ്ട്. അതിന് വേണമെങ്കിൽ ഞാൻ 21 കാരണം തരാം. പ്രാർത്ഥനയിൽ മടുപ്പ് വരാനുള്ള 21 കാരണങ്ങളുണ്ട്. ആരാധിക്കുന്നതിൽ ആളുകൾക്ക് മടുപ്പ് വരാറുണ്ട്. എൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ആരാധനയുടെ സന്തോഷം നിനക്ക് നഷ്ടപ്പെട്ടാൽ ആരാധന മടുപ്പ് വരും. ഒരു സംശയമില്ല. നിങ്ങളതിൻ്റെ ഒപ്പം ഉണ്ടോ? ആരാധനയുടെ സന്തോഷം നിനക്ക് നഷ്ടപ്പെട്ടാൽ, ഇനി ആരാധനയുടെ മാത്രമല്ല, ഏതൊന്നിൽ നിനക്ക് സന്തോഷം നഷ്ടപ്പെടുന്നോ അവിടെ നിനക്ക് മടുപ്പുണ്ടായിരിക്കും. അത് ആരാധനയെ മാത്രമൊന്നുമല്ല. ഇപ്പോൾ ഒരാളോട് കുറേ നേരം സംസാരിച്ചിട്ട് മടുപ്പായി കഴിഞ്ഞാൽ, എന്നാൽ ബ്രദറെ ഞാൻ ആൾ പോകുന്നില്ലെന്ന് കണ്ടാൽ നമ്മൾ പറയും, എന്നാൽ എനിക്കൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും? പതുക്കെ എഴുന്നേൽക്കും. കാര്യം എന്നാ? മടുപ്പ് വന്നു. ആരാധനയെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. അപ്പോൾ നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് വരുന്നു. 2, പ്രാർത്ഥനയിൽ മടുപ്പ് വരുന്നു. ആരാധനയിൽ നമുക്ക് മടുപ്പ് വരുന്നു. സുവിശേഷ പ്രഘോഷണത്തിലും മടുപ്പ് വരും. കാര്യം എന്നാ? ഇത്രയും നാൾ പ്രസംഗിച്ചിട്ടും പരസ്യോഗം നടത്തിയിട്ടും ഒരുത്തം പോലും എന്ത് ചെയ്യുന്നില്ല? രക്ഷിക്കപ്പെട്ടില്ല അല്ലേ? ഇത്രയും നാൾ ഞാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട്, ഇത്രയും വർഷം ഞാൻ പറഞ്ഞിട്ട് ആരും എന്ത് ചെയ്തില്ല? രക്ഷിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല? സുവിശേഷം പറയുന്നില്ല. സുവിശേഷ പ്രഘോഷണത്തിൽ മടുപ്പ് വരുന്നുണ്ട്. ഇതിനെല്ലാം കാരണങ്ങൾ ഓരോന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒറ്റൊരു വിഷയത്തിലാണ്. അപ്പോൾ ഗലാത്യ സഭയെ സംബന്ധിച്ച് അവർക്ക് എന്തിൽ അല്പം മടുപ്പ് വന്നിരിക്കുന്നു? നന്മ ചെയ്യുന്ന കാര്യത്തിൽ ലേശം മടുപ്പ് വന്നു. അതുകൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്തത്? ഇത് എഴുതാൻ കാരണം, സഹോദരന്മാരെ, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. തെസ്സലോനിക്ക സഭയ്ക്ക് ഇത് തന്നെ വന്ന പ്രശ്നം. കാര്യം എന്നാണെന്നറിയാമോ? അവരെയും മടുപ്പിക്കുന്ന ചില അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഏതിനോടുള്ള ബന്ധത്തിൽ? നന്മ ചെയ്യുന്നതിൽ. ആ കാരണങ്ങൾ എന്താണെന്നല്ല ഞാൻ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്? അതിന് ഒരു 7 കാരണങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഇന്ന് എൻ്റെ സമയം പോലെ നിരത്തി വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുത്തു പോകാൻ പാടില്ല എന്ന് പറയുന്നത്? 1, ഗലാത്യ ലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചു. 9, 10 വാക്യങ്ങൾ വായിച്ചേൻ. നാം മടുത്തു പോകരുത്. അങ്ങനെ മടുത്തു പോകാഞ്ഞാൽ, അല്ലെങ്കിൽ തളർന്നു പോകാഞ്ഞാൽ, തക്ക സമയത്ത് there is a great reward. നന്മ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട്? ഒരു വലിയ പ്രതിഫലമുണ്ട്. നമ്മൾ സാധാരണ ഇവിടെ അത് പറയുമെന്ന് എനിക്കറിയത്തില്ല, തെക്കൻ നാട്ടിലാണ് ഇത് അധികം ഉപയോഗിക്കുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അത് നല്ലതും കിട്ടും, തീയതും കിട്ടും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞാൽ കൊല്ലത്തുനിന്ന് സാധാരണ ഒന്നും കിട്ടാറില്ല. കൊല്ലത്തുനിന്ന് അങ്ങനെ സാധാരണ ഇല്ല. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ച പോലത്തെ ഒരു സ്ഥലമായത് കൊല്ലം. പക്ഷേ പറയാണ്, കൊടുത്താൽ നിനക്ക് എന്തു ചെയ്യും? ഒരു നന്മയും വരാത്തടത്തു നിന്നും ദൈവം നിനക്ക് എന്ത് ചെയ്തു തരും? നന്മ തരും. അതുകൊണ്ട് അത് വാക്യാന്നല്ല ഞാൻ പറഞ്ഞത്, അതൊരു നാടൻ ശൈലിയാണ്. നമ്മുടെ നാടൻ ശൈലിയും അതിന് ഇല്ല. പൗലോസ് ഒരിക്കൽ പറഞ്ഞ പോലെ, നമ്മളുടെ കവിവരന്മാരിലും ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ഒരു ശൈലിയും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. കൊടുത്താൽ എന്ത് ചെയ്യും? കൊല്ലത്തും കിട്ടുമെന്ന്.
അപ്പോൾ നന്മ ചെയ്യുന്നവർക്ക് എന്തോ ഉണ്ട്? ഒരു പ്രതിഫലമുണ്ട്. അവിടെ പ്രതിഫലം എന്നുള്ളതിനേക്കാൾ ഉപയോഗിച്ചേക്കുന്നൊരു പദം എന്നാ പറയുക, ഒരു കൊയ്ത്ത് ഉണ്ടെന്നാ. ദർ ഇസ് എ ഹാർവസ്റ്റ്. അതുകൊണ്ടാണ് നന്മ ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യരുത്? മടുത്തു പോകരുതെന്ന് പറയുന്നത്. എവിടെങ്കിലുമൊക്കെ നന്മ ചെയ്തവർക്ക്, വേറെ പുസ്തകം നോക്കിക്കോ, നന്മ ചെയ്തവരെ എല്ലാം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? മാനിച്ചിട്ടുണ്ട്. അപ്പം നന്മ ചെയ്തവർക്ക് പ്രതിഫലമുണ്ട് എന്നുള്ളതിന് 2-3 ഉദാഹരണം ഞാൻ വേറെ പുസ്തകത്തിൽ നിന്ന് എടുത്തു തരാം. നിങ്ങൾക്ക് വല്ലതും വരുന്നുണ്ടോ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ? ഞാൻ ഇത് പറഞ്ഞപ്പോൾ വല്ല ഓർമ്മ വന്നോ? ആരാ? മൊർദെഖായി ഉണ്ട്. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? സാരഫാത്തിലെ വിധവ. പിന്നെ വേറെ ആരും ഇല്ലയോ? ഒരു നന്മ ചെയ്തിട്ട് അനുഗ്രഹം പ്രാപിച്ച് കഷ്ടം. കുറേനക്കാരനായ ശീമോൻ എന്തോ നന്മ കിട്ടി? ശൂന്യംകാരത്തിക്ക് എന്തോ നന്മ കിട്ടിയേ? കുറച്ചുകൂടെയൊക്കെ എല്ലാവർക്കും അറിയാമെങ്കില് ഒരു 5 അപ്പവും 2 മീനും കൊടുത്തപ്പോൾ അവസാനം ഒരു 12 കൊട്ട നിറച്ച് കിട്ടിയ ഒരാളെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആരാ? ആ ബാലനായതുകൊണ്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാഞ്ഞേ, മനസ്സിൽ പിടിക്കാഞ്ഞേ അല്ലേ? പക്ഷെ അവന് ഈ തിയോളജി അറിയായിരുന്നു. ഏതാ? കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്നുള്ള തിയോളജി. അപ്പോൾ പിന്നെ കർത്താവിന് കൊടുത്താൽ എത്ര അധികമായിരിക്കും? നമ്മുടെ പിള്ളേരെ അതൊക്കെ വേണം പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, എൻ്റെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ചെറിയൊരു നന്മയെ അവർ ചെയ്തുള്ളൂ. ആരാ? ഈ ബാലൻ ചെയ്തത് എന്തുവാ? ചെറിയൊരു നന്മ. 5 അപ്പവും 2 മീനും കർത്താവിന് കൊടുത്തതിൻ്റെ ഫലമായിട്ട് തിരികെ ലഭിച്ചത് അവനാണോ ആർക്കാണോ എന്നറിയത്തില്ല, 12 കൊട്ട. വേണ്ട, വേറെ ദിവസം മറ്റൊരു അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് എടുക്കാം. ഒരു ദിവസം രാവിലെ അബ്രഹാം വീട്ടുവാളൊക്കെ ഇരിക്കുക. അപ്പോഴാ അതിലെ ആര് പോന്നു? ഒരു 3 ദൂതന്മാർ പോവുക. അബ്രഹാം അവരെ വിളിച്ച് വീട്ടിൽ വരുത്തി എന്ത് ചെയ്തു? സൽക്കരിച്ചു. മൃഷ്ടാന്ന ഭോജനം അവർക്ക് നൽകി കൊടുത്തു. അതിൻ്റെ അവസാനം നമുക്കറിയാമല്ലോ, അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ മാത്രമോ, അവൻ്റെ തലമുറയെ അനുഗ്രഹിക്കപ്പെട്ടു. 400 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ തലമുറ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ 40 വർഷം ഓരോരുത്തരും ഓരോ ഇടം കഴിയും മന്ന സ്വർഗത്തിലെ ദൈവം നൽകി കൊടുത്തു. ഞാനൊരു കാര്യം പറയാം, മക്കൾക്ക് വേറെ ഒന്നും കൊടുത്തില്ലേലും അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി തുറന്നിട്ട് വെച്ച് പൊക്കോളൂ. ശാപം എന്ത് ചെയ്യരുത്? വെറുതെ വെച്ചേച്ച് പോവരുത്. അബ്രഹാം ദൈവദൂതന്മാരെ അനുഗ്രഹിച്ചതിനാൽ, അവർക്ക് ആഹാരം കൊടുത്തത് കൊണ്ട്, അവരുടെ കാലിന് വെള്ളം കൊടുത്തു, അവരുടെ വീട്ടിൽ സ്വീകരിച്ച് അവർക്ക് നന്മ കൊടുത്തത് കൊണ്ട് എന്തോ സംഭവിച്ചെന്നറിയാമോ? അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. എത്ര തലമുറകൾ കഴിഞ്ഞാലും അനുഗ്രഹം ഉണ്ടായിരുന്നു എന്നറിയാമോ? നന്മ നമ്മുടെ തലമുറയുടെ മേൽ അനുഗ്രഹം വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. നിനക്ക് വേറെ ഒന്നും നിന്റെ തലമുറയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലേലും ദൈവം അവരെ അനുഗ്രഹിക്കത്തക്ക വിധത്തിൽ ഒരു വഴി വെട്ടി തുറന്നു വെച്ച് വേണം പോകാനായിട്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ഞാൻ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന നന്മയെല്ലാം ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ സ്നേഹിച്ചു സേവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നെങ്കിൽ അത് ഈ തലമുറ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ നന്മ ചെയ്തത് കൊണ്ടായിരിക്കണം. ഒരു കാര്യം പറയാം, നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീയും അതുപോലെ ആയിരിക്കണം. അവനെ നോക്കിക്കൊണ്ടാ ദാവീദ് പറഞ്ഞത്, നീതിമാന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, തുണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം നന്മ ചെയ്തവരുടെ ഒരു തലമുറ. അവർക്ക് ദൈവം ഒന്നാമത് വാഗ്ദത്തം ചെയ്തത് എന്നാണെന്നറിയാമോ? അതിമഹത്തായ ഒരു പ്രതിഫലം. വേദപുസ്തകം അതിനെ വിളിച്ചേക്കുന്ന ഒരു കൊയ്ത്ത്. ഒരു കൊയ്ത്ത് എന്നുള്ളതിന് വേറെ രീതി ഞാൻ പറഞ്ഞ, അതായത് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനേക്കാൾ അപ്പുറം നിനക്ക് ലഭിക്കുന്നതിനെയാണ് എന്തോ എന്ന് പറയുന്നത്? കൊയ്ത്തെന്ന് പറയുന്നത്. അല്ലേ? നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവം നമ്മുടെ കയ്യിൽ തരുന്നതിനെയാണ് എന്ന് പറയുന്നത് കൊയ്ത്തെന്ന് പറയുന്നത്. അപ്പോൾ
നന്മ ചെയ്യേണ്ട ഒന്നാമത്തെ ആവശ്യകത എന്നാണെന്നറിയാമോ? അത് നമ്മുടെ മേലും നമ്മുടെ തലമുറയുടെ മേലും ദൈവാനുഗ്രഹം വിളിച്ചു വരുത്തുന്ന ഒരു വഴിയാണ്. 2, നമ്മൾ നന്മ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? ഇതിൽ വേണമെങ്കിൽ 1-2 വാക്യം നിങ്ങൾ എഴുതിയെടുത്തോ. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം ഒന്ന് വായിച്ചേൻ. ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീരെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഈവൻ ഫോർ ദ ലിറ്റിൽ തിങ്സ് യു ഡിഡ്. ഒരു കർത്താവിൻ്റെ ശിഷ്യൻ എന്ന് വെച്ച് നീ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അവന് നൽകി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വരെ പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് അവസരം ലഭിക്കുമ്പോഴെല്ലാം നന്മ ചെയ്യാൻ ഒരുങ്ങിയിരുന്നോണം. ആർക്കൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. നന്മ ചെയ്യേണ്ട ആവശ്യകതയാണ് ഞാൻ ആദ്യം പറയുന്നത്. 1, അത് നമുക്കും നമ്മുടെ തലമുറയുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹം വിളിച്ചു വരുത്തുന്ന ഒരു വലിയ ചാനലാണ്, അല്ലെങ്കിൽ ഒരു വഴിയാണ്. രണ്ടാമത്തത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. We are created to do good things. യേശു ക്രിസ്തു നമ്മെ രക്ഷിച്ചതും വീണ്ടെടുത്തതും ദൈവമക്കളാക്കി തീർത്തതും എന്തിനു വേണ്ടിയാ? സൽപ്രവർത്തികൾ, നന്മ ചെയ്യാൻ വേണ്ടിയാ. എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്? എന്തിനാണ് നമ്മെ വീണ്ടെടുത്തത്? എന്തിനാണ് നമ്മെ വിശുദ്ധീകരിച്ചത്? എന്തിനാണ് നമ്മെ സ്വന്തം ജനമാക്കി മാറ്റിയത്? എന്തിനാണ് നമ്മെ അവൻ്റെ ശരീരമാക്കി വെച്ചത്? നന്മ ചെയ്യാൻ വേണ്ടിയാ. എന്നാൽ അവസാനമായിട്ടൊരു നന്മ ചെയ്ത ആർക്കെങ്കിലും നന്മ ചെയ്തതിൽ മടുത്തു പോകരുതെന്ന് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം തൻ്റെ സഭയെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം, യു ആർ ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ടു ഡു ഗുഡ് തിങ്സ്. നന്മ ചെയ്യാൻ വേണ്ടിയാ ദൈവം നമ്മെ എന്ത് ചെയ്തത്? ക്രിസ്തുവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിന്നെ വീണ്ടെടുത്തത്, നിന്നെ രക്ഷിച്ചത്, നിന്നെ ശുദ്ധീകരിച്ചത്, നിന്നെ തൻ്റെ ശരീരമാക്കി മാറ്റിയത്, നിന്നെ തൻ്റെ ജനമാക്കി മാറ്റിയത് എന്തിനു വേണ്ടിയാ? ടു ഡു ഗുഡ് തിങ്സ്, നന്മ ചെയ്യാൻ വേണ്ടിയാ. അപ്പോൾ അത് ചെയ്തേ പറ്റൂ. കാരണം ഐ ആം ക്രിയേറ്റഡ് ഫോർ ദാറ്റ്. ഞാൻ അതിനായി സൃഷ്ടിക്കപ്പെട്ടതാ, ഞാൻ അതിനായി വീണ്ടെടുക്കപ്പെട്ടതാ, ഞാൻ അതിനായി നിർമ്മിക്കപ്പെട്ടവനാ, ഞാൻ അതിനായി വിശുദ്ധീകരിക്കപ്പെട്ടതാ, ഞാൻ അതിനായിട്ട് ദൈവം എന്നെ വില കൊടുത്ത് വാങ്ങിച്ചേക്കുന്നതാ. ടു ഡു ഗുഡ് തിങ്സ്. ആ ബോധ്യം നമുക്കുണ്ടോ? ചിലരെയൊക്കെ ജീവിതം കണ്ടാൽ തോന്നും വന്ന് സ്തോത്രം പറഞ്ഞ് ആരാധിച്ച് പോകാൻ വേണ്ടി മാത്രമാണ് ദൈവം അവരെ എന്ത് ചെയ്തിരിക്കുന്നത്, അല്ലേ? അല്ലല്ലല്ല, നമ്മെ വീണ്ടെടുത്തത് നന്മ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മൂന്നാമത്തെ കാരണം, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ അവിടെ വെളിച്ചം എന്ന് ഉദ്ദേശിക്കുന്നത് ഗുഡ് ഡീഡ്സ് ദാറ്റ് യു ഡു. അപ്പോൾ നമ്മൾ എന്തിനായി നന്മ പ്രവൃത്തി ചെയ്യാൻ പറയുന്നത്? ദൈവത്തെ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യാനായിട്ട്? മഹത്വപ്പെടുത്താനായിട്ട്. To glorify our heavenly Father. When you do a good thing, നീ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നീയല്ല മഹിമപ്പെടുന്നത്, നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ എവറി ഗുഡ് ഡീഡ് യു ഡു, നീ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തികളും ആർക്കാ മഹത്വം കൊടുക്കുന്നേ? പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാ. നമ്മുടെ ഓരോ നല്ല പ്രവൃത്തികളും പിതാവായ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? മഹത്വം. നിങ്ങളുടെ ദൈവം എത്ര നല്ല ദൈവമാണോ? നിങ്ങളുടെ ദൈവം ഇത്ര കരുണയുള്ള ദൈവമാണോ? നിങ്ങളുടെ ദൈവം ഇത്രയും സ്നേഹവാനായ ദൈവമാണോ? നിങ്ങളുടെ ദൈവം ഇത്രയും കരുതുന്ന ദൈവമാണോ? Our good deeds will glorify God. യേശുനാഥൻ തന്നെ പറഞ്ഞ വാക്കാ, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ ദൈവത്തിൻ്റെ നാമം
മഹിമപ്പെടുവാൻ കാരണമായി തീരും. നാലാമത്തത്, നാം നന്മ ചെയ്യണമെന്ന് ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് സഭയുടെ തീരുമാനമോ സഭാ സുന്നഹദോസം എടുത്തതല്ല. 1 തിമോഥെയോസ് 6-ാം വാക്യങ്ങൾ വായിച്ചേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം വാക്യങ്ങൾ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതിരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ആശ്രയിപ്പാനും ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ധനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യാൻ പഠിക്കണം. എനിക്ക് ഇത്രയും ഉണ്ടെന്നുള്ള ഉന്നത ഭാവത്തോടിരിപ്പാനല്ല. ഇത് ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന എന്തിനാ? നന്മ ചെയ്യാനാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കൈയൊന്നും ഉയർത്തണ്ട. ഒന്നും ഇല്ലാത്തവന് കൈ ഉയർത്താൻ എളുപ്പമാണ്. കാരണം ഒന്നുമില്ലല്ലോ. വല്ല ഉള്ളവനാ കൈ ഉയർത്താൻ വലിയ പാട്. ദൈവം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ധനം നന്മ ചെയ്യാനാണ്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യം നന്മ ചെയ്യാനാ. ദൈവം എനിക്ക് തന്നിരിക്കുന്ന സമ്പത്ത് നന്മ ചെയ്യുന്നതിന് വേണ്ടിയാ. വെൽത്ത് ഫോർ ചാരിറ്റി. ദൈവം എനിക്ക് തന്നിരിക്കുന്ന പണം അതെന്തിനാ? ഏതാണ്ട് ഉന്നത ഭാവം കാണിക്കാൻ വേണ്ടി അല്ല, നന്മ ചെയ്യുന്നതിന്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നന്മ ചെയ്യാനാ ദൈവം നമ്മുടെ കയ്യിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ധനം തന്നേക്കുന്നേ. നന്മ ചെയ്യാൻ വേണ്ടിയാ. അത് പൗലോസ് പറയുന്നു, നീ അത് എന്ത് ചെയ്യണം? കൽപ്പിക്കാനാ പറയുന്നേ. വി ആർ കമാൻഡഡ് ടു ഡു ഗുഡ് തിങ്സ്. നന്മ ചെയ്യണമെന്ന് തിരുവചനം നമ്മളെ എന്ത് ചെയ്യുന്നു? അനുശാസിക്കുന്നു. ഏതുപോലെ? രക്ഷിക്കപ്പെടണമെന്ന്, സ്നാനപ്പെടണമെന്ന്, അഭിഷേകം പ്രാപിക്കണമെന്ന്, വിശുദ്ധി ജീവിക്കണമെന്ന്, ദശാംശം കൊടുക്കണമെന്ന്, സുവിശേഷം പറയണമെന്ന് ഒക്കെ പറയുന്നത് പോലെ തന്നെ വിത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ്, തുല്യ പ്രാധാന്യത്തോടെയാണ് പറഞ്ഞേക്കുന്നത്. നീ നന്മ ചെയ്യാൻ ജനത്തെ പഠിപ്പിക്കണം, ഉപദേശിക്കണമെന്ന്. 1-2 വാക്യങ്ങൾ കൂടെ വായിക്കാം. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 27-28. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ ഒരു സാരി എടുത്തു കൊടുക്കാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ എന്ത് ചെയ്തോണം? കൊടുത്തോണം. ഒരു 100 രൂപ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന സമയത്ത് എന്ത് ചെയ്തോണം? കൊടുത്തോണം. അതിന് യോഗ്യരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ പറഞ്ഞു ഞാൻ ആരെയും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കാണിച്ചു തരാം. ഇഷ്ടം പോലെ ആളുകളുണ്ട് ഈ സഭയിൽ. വളരെ വേദനയോടെ പോകുന്ന ആളുകളുണ്ട്. ഞാൻ രാവിലെ സമയം യാക്കോബിൻ്റെ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അവിടെ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സഭയിൽ ധനവാനും ദരിദ്രനും ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നവനാണെങ്കിൽ പിന്നെ അങ്ങനെ അവിടെ ദരിദ്രൻ ആ സഭയിൽ വന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. അഹോവൃത്തിക്ക് നിവൃത്തിയില്ലാത്തൊരു സഭയിലുണ്ടായിരുന്നെന്നാണ് പറയണേ. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? യാക്കോബിൻ്റെ ലേഖനം നിങ്ങൾ വായിച്ചു നോക്കിക്കേ. അവിടെ അഹോവൃത്തിക്ക് നിവൃത്തിയില്ലാത്തവൻ ആ സഭയിലുണ്ടായിരുന്നു, ധനവാനും ഉണ്ടായിരുന്നു. തണുപ്പ് മാറാൻ ഒരു കമ്പിളി ഉടുപ്പ് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവൻ ആ സഭയിലുണ്ടായിരുന്നു. അപ്പോൾ ദൈവം നിറഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിൻ്റെ ദൈവമാണെങ്കിൽ എന്താ ഇവരിങ്ങനെ കിടന്നേ ഈ ദാരിദ്ര്യത്തിൽ? അവരെ അനുഗ്രഹിക്കാൻ ആ ദൈവം സഭയ്ക്കകത്ത് ചില ധനവാന്മാരെ കൂടെ ദൈവം എന്ത് ചെയ്തത്? എഴുന്നേൽപ്പിച്ചത്. അത് സഭ പഠിപ്പിക്കണം, അത് സഭ ചെയ്യണം. ഞാൻ ചെയ്യണത് നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ. ഒരു കാര്യം പറയട്ടെ, നിനക്ക് നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യരായവർക്ക്
പാസ്റ്റർ വന്നാൽ ഉടനെ എടുത്തൊരു ഞാൻ ചിലപ്പോൾ വിസിറ്റിങ്ങിന് വന്നാൽ എനിക്ക് ചിലപ്പോൾ 2000 ഒക്കെ എടുത്തത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് 2000 തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ 2000 ചാരിറ്റി ബോക്സ് ഇട്ടാൽ എനിക്ക് അത്രയും സന്തോഷമാണ്. എനിക്ക് തരണ്ടെന്നല്ല പറഞ്ഞ്, വാങ്ങിക്കില്ല എന്നുമല്ല പറഞ്ഞേ. പക്ഷെ എന്നേക്കാൾ അർഹതയുള്ള നമ്മൾ ഈ കൊടുക്കുന്ന പൈസ കൊണ്ട് മാത്രം റേഷൻ വാങ്ങിച്ച് ജീവിക്കുന്ന ചില കുടുംബങ്ങളെ എനിക്കറിയാം. അടുത്ത വാക്യം, എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ഞാൻ ഇത്രയും വാക്യം ഇതിനോടുള്ള ഭാഗത്ത് വായിക്കാൻ, വി ആർ കമാൻഡഡ് ടു ഡു ഗുഡ് തിങ്സ്. നാം നന്മ ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. ഏതുപോലെ? സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറയുന്ന പോലെ, മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞതുപോലെ, രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞതുപോലെ, സ്നാനപ്പെടണമെന്ന് പറഞ്ഞതുപോലെ തന്നെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എബ്രായർ 13:16, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. എൻ്റെ ഭാഷ പറഞ്ഞ ദിവസം ഒരാൾക്കെങ്കിലും എന്ത് ചെയ്തോളോ, ഒരു നന്മ ചെയ്തോളോ. ഒരാൾക്കെങ്കിലും പറ്റില്ലേ? പറ്റും. ഒരാൾക്കെങ്കിലും നന്മ ചെയ്യുക. നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഞായറാഴ്ച സ്വോത്രകാഴ്ച ഇടുന്നതിനെ അല്ല നന്മ എന്ന് പറയുന്നത്. ദശാംശം കൊടുക്കുന്ന അല്ല നന്മ. അർഹതയിലിരിക്കുന്ന ഒരു വ്യക്തിക്കെങ്കിലും നന്മ ചെയ്യണമെന്ന്, അത് മറന്നു പോകരുതെന്ന്. വേറെ പുസ്തകത്തിൽ മറക്കരുതെന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓർക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. മടുത്തു പോകരുതെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് പഠിക്കണം. ഇവിടെ പറയുന്നു നന്മ ചെയ്യുന്ന കാര്യത്തിൽ, നന്മ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. കഴിഞ്ഞ ആഴ്ച മറന്നോ? നന്മ ചെയ്യാൻ എത്രയോ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കിട്ടിയില്ലേ? എത്രയോ അവസരങ്ങൾ. ആർക്കെങ്കിലും ഒരാൾക്കൊരു നന്മ ചെയ്തോ? ഒരു ദിവസം കർത്താവിൻ്റെ അടുക്ക് വന്ന് ഒരു കൂട്ടർ പറയുന്നതായിട്ട് വേറെ ദിവസം പറഞ്ഞു, കർത്താവേ, നിന്നെ വിശന്നവനായിട്ട് ഞങ്ങൾ എങ്ങും എന്ത് ചെയ്തില്ലല്ലോ, കണ്ടില്ലല്ലോ. നിന്നെ ദാഹിക്കുന്നവനായിട്ട് ഞങ്ങൾ എങ്ങും എന്ത് ചെയ്തില്ലല്ലോ, കണ്ടില്ലല്ലോ. ഞങ്ങൾ കണ്ടില്ലല്ലോ കർത്താവേ, ഇങ്ങനെ വിശക്കുന്നവരും ദാഹിക്കുന്നവരും വസ്ത്രമില്ലാത്തവരും ജപ്തി കിടക്കുന്നവരും ദാരിദ്ര്യം ഞങ്ങൾ കണ്ടില്ലല്ലോ, കാണില്ലല്ലോ. കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതൊക്കെ എനിക്കായിരുന്നു. ആ നാളിൽ പലരും വന്ന് എന്നോട് പറയും, കർത്താവേ, നിന്നെ ഞങ്ങൾ അങ്ങനെ, നിങ്ങൾ വിചാരിച്ചോ കർത്താവ് ഇങ്ങനെ താടി മൂടിയൊക്കെ വളർത്തി കർത്താവ് നിൻ്റെ വീട്ടിൽ കയറി വരുമെന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി കുഞ്ഞേ. മറക്കരുത്. ദിവസത്തിൽ ഒരാളോടെങ്കിലും, വേണ്ട ഞാൻ കുറച്ചുകൂടെ ഒന്ന് ലഘൂകരിച്ചില്ല, ആഴ്ചയിൽ ഒരാളോടെങ്കിലും, ഒരു 7 ദിവസം നോക്കിയിട്ട് നിനക്ക് ഒരാളെ കിട്ടിയില്ലെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ കണ്ണിന് ലേപനം വാങ്ങിച്ചോണം നീ, കണ്ണൊന്ന് പരിശോധിച്ചോണം നീ. ഒരാഴ്ച മുഴുവൻ നടന്നിട്ട് നന്മ ആഗ്രഹിക്കുന്ന, നന്മ ആവശ്യമുള്ള ഒരാളെ നീ കണ്ടില്ലെങ്കിൽ ഉറപ്പാ നിൻ്റെ കണ്ണിനെന്തോ കുഴപ്പമുണ്ട്. കണ്ണി പുരട്ടാനായിട്ട് എന്ത് ചെയ്യണം? ലേപനം വാങ്ങിച്ചോണം. അതെവിടെ കിട്ടുമെന്ന് പറഞ്ഞുതരാം. ഡാനിയൽസ് ഫാർമസി കിട്ടും. ജനിച്ച പിന്നെ നന്മ ചെയ്യാത്തവരുണ്ടല്ലപ്പാ. രക്ഷിക്കപ്പെട്ടാണ് ശേഷം ഇതുവരെ ഒരു നന്മയും ചെയ്തിട്ടില്ല, ചെയ്യാത്തവരുണ്ട്. ഭയങ്കര കയ്യടിയാ, ഭയങ്കര പാട്ടാ. വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. എന്താ അറിയോ? അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടത് പോലും എന്താണ് അപ്പനും കൊടുക്കുക? അത് ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തെന്ന്. ഇല്ലയോ? അങ്ങനെ വാക്യമുണ്ട്. നിങ്ങൾ വല്ലതും വായിച്ചിട്ടുണ്ടോ അങ്ങനെ? ഒരുത്തിനോട് ചോദിച്ചു, നീ എന്താണ് അപ്പനും അമ്മയൊക്കെ ഒന്ന് അയച്ചോ? അത് ഞാൻ എന്ത് ചെയ്തു? സൂചന വേലയ്ക്ക് വേണ്ടി കൊടുത്തു. വേദപുസ്തകത്തിൽ സൂചന വേലയ്ക്ക് വേണ്ടി കൊടുത്തെന്നല്ല പറഞ്ഞ, ഖുർബാൻ. അതെന്ത് ചെയ്തിരിക്കുക? അത് കർത്താവിന് വേണ്ടി ഞാൻ കൊടുത്തതുകൊണ്ട് അപ്പനും അമ്മയും അത് ദൈവം നോക്കിയോളൂ. എടാ, ദൈവം നോക്കാനാ മോനായി നിനക്ക് ജോലി തന്ന് നിന്നെ എന്ത് ചെയ്തത്? ഗൾഫിൽ ഇരുത്തിയത്. നിനക്ക് കിട്ടുന്നതൊക്കെ ആർക്ക് കൊടുത്തിരിക്കുക? സൂചന. പിന്നെ അപ്പം പിന്നെ എന്ത് ചെയ്യണം? അപ്പനും അത് പിന്നെ സഭ നോക്കിക്കോണം അല്ലേ? നിൻ്റെ ഭാര്യ ആര് നോക്കണം? സഭ നോക്കണം അല്ലേ? നിൻ്റെ കൊച്ചിനെ ആര് നോക്കണം? സഭ നോക്കണം അല്ലേ? നിനക്ക് കിട്ടിയതൊക്കെ ഖുർബാൻ. ഞാൻ പറഞ്ഞല്ല ഇത് അല്ലേ?
തെളിവ് പറഞ്ഞിരുന്നു. മത്തായി 15:8. എടാ, മാനുഷിക കടപ്പാടുകൾ ചെയ്യേണ്ടതുണ്ട്. ഈ മാനുഷിക കടപ്പാടുകൾ ചെയ്യാതെ ഇതെല്ലാം ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുക, സൂചന വിലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വകയാഗത്തിൽ ദൈവം എന്ത് ചെയ്യത്തില്ല? പ്രസാദിക്കത്തില്ല. പാസ്റ്റർ പ്രസാദിക്കായിരിക്കും. കാരണം എല്ലാ മാസവും നീ എന്ത് ചെയ്യുന്നുണ്ട്? പാസ്റ്റർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഇത് മറന്നു കളയരുത്. ലൂക്കോസ് 10:25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഏതാണ് അതിൻ്റെ അവസാന ഭാഗത്തോട്ട് വാ. നിനക്കുള്ളതൊക്കെ വിറ്റ് 36, 37. ആ നല്ല ശമരക്കാരൻ്റെ കഥയാണ് പറയുന്നേ. എന്നിട്ട് അവസാനം പറയുന്നു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യേ. എങ്ങനെ ചെയ്യേ? ഈ നല്ല ശമരിക്കാരൻ ചെയ്ത പോലെ നീ എന്ത് ചെയ്യുക? നന്മ കാണിക്കുക. ഇറ്റ്സ് കമാൻഡഡ്. രക്ഷിക്കപ്പെടണമെന്ന്, സ്നാനപ്പെടണമെന്ന്, അഭിഷേകം പ്രാപിക്കണമെന്ന്, ജീവിത വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ തുല്യ പ്രധാനത്തോടെ കർത്താവ് പറഞ്ഞേക്കുന്നു, നന്മ ചെയ്യണമെന്ന്. So it is commanded. God has commanded to do us good things. 4 കാര്യങ്ങൾ ഞാനിപ്പം പറഞ്ഞു. 1, നന്മ ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കിയിട്ടുണ്ട്. 2, ഞാൻ പറഞ്ഞു, we are called to do good things. നാം നന്മ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. 3, ഞാൻ പറഞ്ഞു, നമ്മുടെ നന്മ പ്രവൃത്തികളാൽ ദൈവം മഹിമപ്പെടുവാൻ ഇടയാകുന്നു. 4, നാം നന്മ ചെയ്യാനായിട്ട്, നമ്മോട് നന്മ ചെയ്യാനായിട്ട് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? കൽപ്പിച്ചിരിക്കുന്നു. 5, ഗുഡ് വർക്ക്സ് ആർ ദ ഫ്രൂട്ട്സ് ഓഫ് സാൽവേഷൻ. നന്മ പ്രവർത്തികൾ രക്ഷയുടെ ഫലമാ. നന്മ പ്രവർത്തികൾ നീ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഫലമാണ്. ദാറ്റ്സ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ സാൽവേഷൻ. ലൂക്കോസിൻ്റെ സൂചന നിങ്ങൾക്ക് ഒരാളെ കാണാം. ആരാ? സക്കായി അല്ലേ? പുള്ളി മാനസാന്തരപ്പെട്ട് ഉടനെ തന്നെ പറയുന്നത് എന്തുവാ? കർത്താവേ, ഞാൻ ചതിവായി വാങ്ങിച്ചതൊക്കെ എന്ത് ചെയ്യുന്നു? മടക്കി കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നെ മടക്കി കൊടുക്കാൻ തന്നെ അല്ലേ, പിന്നെ ചതിവായി വാങ്ങിച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ തൊഴിൽ പറഞ്ഞു, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ എന്ത് ചെയ്യുന്നു? ദരിദ്രന്മാർക്ക് കൊടുക്കുക. ദാറ്റ് ഈസ് ചാരിറ്റി. മറ്റേത് ഓബ്ലിഗേഷനാണ്. ഏതാ? ചതിച്ച് വാങ്ങിച്ചതെല്ലാം തിരിച്ചു കൊടുക്കുക എന്നുള്ളതിൻ്റെ കടപ്പാടാണ്. നീ അത് കൊടുത്തേ പറ്റൂ. പക്ഷേ ഇത് ഗുഡ് വർക്ക്സ്. ഒരുത്തൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ദ ഫ്രൂട്ട്സ് ഓഫ് ദ സാൽവേഷൻ, രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഫലമാണ് അവനിൽ നിന്ന് പുറപ്പെടുന്ന നന്മ പ്രവൃത്തികൾ. ആരും പറഞ്ഞില്ലല്ലോ. കർത്താവ് പറഞ്ഞു അവനോട്, നിനക്കുള്ളതെല്ലാം കൂടെ വിറ്റ് എന്ത് ചെയ്യേ? ദരിദ്രന്മാർക്ക് കൊടുക്കുക. ഇല്ല. അവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഐ ഡോണ്ട് നീഡ് ദിസ് മച്ച്. ഇതിൻ്റെ ഒന്നും ആവശ്യം, ഇത്രയൊത്തിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. നമ്മളെല്ലാം അല്ലേ ചാവാൻ നേരത്തെ, എല്ലാവരും ചാവാൻ നേരത്തെ നമ്മളൊരു പാട്ട് പാടാറില്ലേ? എന്തുവാ? അല്പമാപ്പം വിശപ്പിനും സ്വല്പം. അത്രയേ ഉള്ളൂ. എല്ലാവരെയും വീട് നോക്കിയേണ്ട 1 മാസത്തേക്കുള്ള എല്ലാം അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അല്പം മതിയെന്ന് പറഞ്ഞാൽ നമ്മൾ, ദൈവം നമുക്ക് തന്നതൊക്കെ എന്തിനു വേണ്ടിയാ? റിലൈസ് ഇറ്റ്സ്. ഇന്ന് വീട്ടിൽ ചെന്നാൽ ഉടനെ അത് ചെയ്തോണം. ഇനി ആർക്കാ കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ അടുത്ത ആഴ്ച കൊണ്ട് കെട്ടും കൊണ്ട് പോരെ. ആവശ്യമുള്ള ഒത്തിരി ആളുകൾ എൻ്റെ ലിസ്റ്റിൽ കിടപ്പുണ്ട്. ഞാൻ അടുത്ത ആഴ്ച വെസ്റ്റ് ബംഗാളിൽ പോവുക എന്നും പറഞ്ഞ് പഴയതും കീറിയതൊന്നും കൊണ്ട് തരാതിരിക്കും ആരും കൂടാതെ. പ്ലീസ്, ആവശ്യമുള്ളൊരൊത്തിരി നമ്മുടെ ഭാരതത്തിൽ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ എത്രയോ ദൈവദാസന്മാരുണ്ട്. സക്കായി പറയാ, എൻ്റെ വസ്തുവകയിൽ പകുതി ഐ ഗീവ്, ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുക. നന്മ ചെയ്യേണ്ട അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. 7 പറഞ്ഞു, പക്ഷേ ഇന്ന് അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയില്ലെങ്കിൽ എൻ്റെ പ്രസംഗം കംപ്ലീറ്റ് ആയിരിക്കത്തില്ല. എന്തുകൊണ്ടാണ് നാം നന്മ ചെയ്യേണ്ടത്? വി ആർ കണ്ടിന്യൂയിങ് ദ മിനിസ്ട്രി ഓഫ് ജീസസ്. യേശുവിൻ്റെ ശുശ്രൂഷയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തുടരുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷ എന്തുമായിരുന്നു? പ്രവൃത്തി 10:38.
ആ ആ അവൻ നന്മ ചെയ്തു. വാട്ട് ഈസ് ദ മിനിസ്ട്രി ഓഫ് ജീസസ്? യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രതിപാദിക്കുന്നത് എങ്ങനെ? ഇറ്റ് വാസ് എ മിനിസ്ട്രി ഓഫ് ഗുഡ് ഡീഡ്സ്. നന്മ ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. കർത്താവിൻ്റെ ആ ശുശ്രൂഷകൾ നോക്കില്ലേ, അവൻ ചെയ്ത നന്മയുടെ ശുശ്രൂഷ എന്തൊക്കെയായിരുന്നു? രോഗികളെ സൗഖ്യമാക്കി, ഹീലിംഗ് മിനിസ്ട്രി, ഫീഡിങ് മിനിസ്ട്രി, ഇല്ലേ, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു. Those who are under bondage, he set the captives free, അല്ലേ, ബന്ധനസ്ഥന്മാരെ അഴിച്ചു വിടുന്നു. യേശുവിൻ്റെ ശുശ്രൂഷകൾ നോക്കിക്കേ. ഇറ്റ് വാസ് എ മിനിസ്ട്രി ഓഫ് ഗുഡ് തിങ്സ്. നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാ? ടു കണ്ടിന്യൂ ദ മിഷൻ ഓഫ് ഗാഡ്. യേശുവിൻ്റെ ആ ശുശ്രൂഷ തുടരാൻ വേണ്ടിയാ. സമോർഹൗ എവിടെയോ വെച്ച് പെന്തക്കോസ്തുകാർക്ക് ഇത് നഷ്ടപ്പെട്ടു പോയി. ബാക്കി എല്ലാത്തിലും നമ്മൾ കൂടുണ്ട്. മാനസാന്തരത്തിലും സ്നാനത്തിലും അഭിഷേകത്തിലും ശക്തിയുടെ ശുശ്രൂഷ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡൂയിങ് ഗുഡ് ടു ദ കമ്മ്യൂണിറ്റി. നാം ആയിരിക്കുന്ന സമൂഹത്തോട്, നമ്മുടെ സഭ, നമ്മുടെ സമസൃഷ്ടങ്ങളോട് നന്മ ചെയ്യുന്നതിൽ നമുക്കെവിടെയോ മൂല്യശോഷണം നഷ്ടപ്പെട്ടില്ലേ? ഗലാത്യ സഭയോട് പൗലോസ് പറയുന്നു, ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. വി ആർ കോൾഡ് ടു കണ്ടിന്യൂ ദ മിഷൻ. യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ദുഃഖിതർക്ക് ആശ്വാസം കൊടുക്കുവാൻ, ക്ഷീണിതർക്ക് ശക്തി നൽകി കൊടുക്കുവാൻ, തള്ളപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാൻ. യേശുവിൻ്റെ പേര് തന്നെ എന്തുവായിരുന്നെന്ന് അറിയാമോ? ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതൻ. അമേരിക്കൻ ഐക്യനാടുകളിൽ ടെക്സസിൽ സെൻറ്റ് ആൻ്റണിയോ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് അലാമ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. അലാമ. ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന അടുത്ത് ഒരു വലിയ ചുമരുണ്ട്. ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗത്ത് അവിടെ ഒരു മനുഷ്യൻ്റെ പോർട്രേറ്റ് ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ യുദ്ധം ചെയ്ത് അവിടുത്തെ യുദ്ധത്തിൽ മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ചിത്രമാണ്. പക്ഷേ ആ പോർട്രേറ്റ് അയാളുടെ അല്ല. ശരിക്ക് ആ ചിത്രം അദ്ദേഹത്തിൻ്റെ അല്ല. കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ആരും അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കുകയോ, അന്ന് ഫോട്ടോ എടുക്കുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കുകയോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ വരും തലമുറയ്ക്ക് അദ്ദേഹം എങ്ങനായിരുന്നു, ആ മനുഷ്യൻ എങ്ങനായിരുന്നു എന്ന് അറിയേണ്ടതിന് അദ്ദേഹത്തിൻ്റെ പേര് മേയർ ജെയിംസ് ബോൺഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജെയിംസ് ബോൺഹാം. പക്ഷെ ആരും അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം അന്ന് ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയോ ഒന്നുമില്ല, ഞാൻ ആരും കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു സ്മാരകം തീർക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ രൂപസാദൃശ്യമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നെവ്യൂ ഉണ്ടായിരുന്നു, അനന്തരവനുണ്ടായിരുന്നു. അതേ രൂപം, അദ്ദേഹത്തെ പറിച്ചു വെച്ച പോലെ ഇരിക്കും. അതേ രൂപ. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആ അനന്തരവൻ്റെ പടമാണ് അവിടെ വരച്ചു വെച്ചേക്കുന്നത്. ആരെ ഓർമ്മപ്പെടുത്താൻ? അമ്മാവനെ ഓർമ്മപ്പെടുത്താൻ. അമ്മാവനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ ഈ അനന്തരവൻ്റെ പടം കണ്ടവനെല്ലാം അമ്മാവനെ കണ്ടവന് തുല്യ. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് നോട്ട് ദ പോർട്രേറ്റ് ഓഫ് ജെയിംസ് ബട്ട് ഹിസ് നെവ്യൂ. ഹി എക്സാക്ട്ലി റിസംബിൾസ് ഹിസ് അങ്കിൾ. ചോദിക്കട്ടെ, കർത്താവിനെ ആരും ഇന്ന് കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെ കണ്ടുകൊണ്ട് പറയുമോ, ദിസ് ഈസ് ദ എക്സാക്ട് റെപ്ലിക്ക ഓഫ് ജീസസ്. ഇത് യേശുവിൻ്റെ അതേ രൂപം. ആ അമ്മാവനെ ആരും കണ്ടിട്ടില്ല. പക്ഷെ അനന്തരവൻ്റെ പടം അവിടെ വെച്ചിട്ട് അടിയിൽ എഴുതിയിരിക്കുന്നു, ഹി ഈസ് ദ എക്സാക്ട് റെപ്ലിക്ക ഓഫ് ഹിസ് അങ്കിൾ. ഇന്നുണ്ട് അവിടെ. ഈ തലമുറ നമ്മളെ കണ്ടേച്ച് പറയുമോ, യേശുവിൻ്റെ അതേ രൂപത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ, യേശുവിൻ്റെ അതേ ശുശ്രൂഷ
ചെയ്യുന്നൊരു മനുഷ്യൻ. ആ ഒരു വലിയ വെല്ലുവിളി നിങ്ങളുടെ മുമ്പിലിടുക. നിങ്ങളെ കണ്ടുകൊണ്ട് ആരെങ്കിലും പറയണം, യേശുവിൻ്റെ അതേ രൂപം. ദിവസം എഴുന്നേറ്റ് നിൽക്കാം. അങ്ങനെ ജീവിക്കാൻ നമുക്കൊരവസരം കിട്ടിയിരിക്കുക. നന്മ ചെയ്ത് ഈ തലമുറയിൽ നന്മ ചെയ്ത് ജീവിക്കാൻ. അടുത്ത് വരുന്നവർ പറയണം, യേശുവിനെ പോലെ ജീവിച്ചൊരു മനുഷ്യൻ ഞങ്ങളുടെ പട്ടണത്തിലുണ്ടായിരുന്നു. യേശുവിനെ പോലെ ജീവിച്ചൊരു മനുഷ്യൻ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടായിരുന്നു. യേശുവിനെ പോലെ ജീവിച്ചൊരു മനുഷ്യൻ എൻ്റെ അയൽവാസിയായിരുന്നു. ഞാൻ യേശുവിനെ അറിഞ്ഞത് ആ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ. ഞാൻ യേശുവിനെ അറിഞ്ഞത് ആ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ. ഞാൻ യേശുവിനെ അറിഞ്ഞത് ആ സഹോദരിയുടെ ജീവിതത്തിലൂടെ. ഞാൻ യേശുവിനെ അറിഞ്ഞത് ആ വ്യക്തിയിലൂടെയാ. He lived like Jesus. അവൻ യേശുവിനെ പോലെ ജീവിച്ചു. പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങേ പ്രതിനിധാനം കൊണ്ട് ജീവിക്കുന്നവരായിട്ട് മാത്രമല്ല, അങ്ങേ റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി, അങ്ങേ പ്രതിബിംബിപ്പിക്കുന്നവരായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമോ അത് വരുത്തിക്കൊണ്ട് ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളെന്ന് ഞങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.